പോകാൻ എനിക്കറിയാം. എന്നാലും ഞാനൊരു ശ്രമം നടത്തി നോക്കാം. പിന്നെ നമുക്ക് പറഞ്ഞ കലാപ്രതിഭ പട്ടം കിട്ടുകയാണെങ്കിലോ വെറുതെ കിട്ടുകയാണെങ്കിലോ അതുകൊണ്ടാണ് നോക്കണേ. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇതാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാർദ്ധക്യകാലം മറ്റുള്ളവരെ വൃദ്ധസദനത്തിലും അതുപോലെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. അത് നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട്. ആ ഒരു തീമാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണ്ട, കുഴപ്പമില്ല. വരും നോക്കൂ, എനിക്ക് പറ്റില്ല. ഈ അമ്മ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്റെ അമ്മയെ നോക്കൂ, അമ്മ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അമ്മ നേരത്തെ മരിച്ചു പോയതൊന്നും കുഴപ്പമില്ല. നോക്കൂ, ഈ അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് പറ്റില്ല. നമുക്ക് എവിടേക്കെങ്കിലും ടൂർ പോകാൻ പറ്റുന്നുണ്ടോ? വരും പറയൂ. അമ്മയെ നോക്കാൻ എപ്പോഴും നോക്കണം. ഇങ്ങനെയായ ശരിയാവില്ല. നമ്മുടെ അമ്മയല്ലേ, എന്റെ അമ്മയല്ലേ, ഞാൻ എന്താ ചെയ്യാ? എന്റെ അമ്മയെ പിന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റുമോ? എന്റെ അമ്മയാണ്, നിങ്ങളുടെ അമ്മയാണ്. പക്ഷെ നമുക്കൊരു പ്രൈവസി വേണ്ടേ? എന്ത് ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാ അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാം? നീ എന്നെ പറയും, എന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയല്ലേ, ഞാൻ എങ്ങനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന നീ പറയണത്? അങ്ങനെ ഒരു ഐഡിയ പറയാം, അതുപോലെ ചെയ്താൽ മതി. നോക്കൂ, അമ്മ എപ്പോഴും പറയാറില്ലേ ഗുരുവായൂരമ്പലത്തിൽ പറയാറില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ പോവാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് അമ്മ പറഞ്ഞിരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മളിങ്ങനെ പോരാ, കാറെടുത്തിട്ട് പോവല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്താ ചെയ്യാം? എനിക്ക് ഭാര്യയും വേണം, അമ്മയും വേണം. എന്താ ചെയ്യാം? ശരി, ഇനിയിപ്പോ പറയുന്നത് കേൾക്കുന്നേ നിർത്തുള്ളൂ. ശരി, പോവാം. അമ്മേ, അമ്മേ, നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ പോവാം. അമ്മേ, ഇന്ന് പോവാ. കാറൊക്കെ റെഡിയാണ്. അമ്മ ഡ്രസ്സൊക്കെ എടുത്തോളൂ കേട്ടോ. എന്തായാലും സന്തോഷായി. എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണാനോ. എന്റെ കുട്ടികൾക്ക് നല്ലത് തരണേ. അമ്മേ, എങ്ങനെയുണ്ട്? ഗുരുവായൂർ അമ്പലത്തിലൊക്കെ തൊഴുതില്ലേ? നല്ല ഇഷ്ടായോ? എന്നാ അമ്മ അവിടെ ഇരിക്കൂ, ഞാൻ പ്രസാദം വാങ്ങിയിട്ട് വരാം. ഇവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഞാൻ എങ്ങോട്ട് പോകരുത്, ഇവിടെ തന്നെ ഇരുന്നോളൂ. ഞാൻ പ്രസാദം വാങ്ങിയിട്ട് വരാം. ആയിക്കോട്ടെ ഉണ്ണി, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം. എന്താ വരാതെ? ഉണ്ണി കുറച്ചു നേരമായില്ലോ പോയിട്ട്. അതെ, എന്റെ ഉണ്ണിയെ കണ്ടോ?
നമസ്കാരം. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. പ്രായമായവർ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഉപേക്ഷിച്ച് പോവുകയല്ല എന്നുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫെലിസിറ്റിക്ക് ഇന്ന് രാവിലെ ആലോചിച്ചതാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കും. बहुत अच्छा हुआ. बहुत अच्छा है.